സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ് കാവിലരാഗതമായി സുൽത്താനിത മരമായി സൂര്യത മോദി മഹാൻ കാവലരായി ഭവാൻ കാവിലരാഗതമായി സുൽത്താനിത മരമായി സൗഹൃദ മോദി മഹാൻ കാവലരായി ഭവാൻ സുന്ദര സൗഹൃദ മന്ത്രമദൂതും കാന്തപുരം താരം മധുര നൂതന ചിന്തകളുള്ളൊരു മധുരസമാനവരെ സുന്ദര സൗഹൃദ മന്ത്രമദൂതും കാന്തപുരം താരം. കേരളത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം മാത്രമല്ല, മറിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ കൂട്ടുജീവിതമാണ്. അവരുടെ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഷൂ വേസ്റ്റ് മേക്കിംഗ് എൻവയോൺമെന്റ് പ്രോബ്ലംസ് എന്ന പേരിൽ ഒരു പഠനം തന്നെ മുന്നോട്ട് വെക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതും മറ്റൊരു സാമൂഹിക നിരീക്ഷണമാണ്. അതിന് മറുപടി പറയണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഒബ്സലൻസസ് എന്ന ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. എന്ന് പറഞ്ഞാൽ ആസൂത്രിതമായ കേടാക്കൽ ചരിത്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ കമ്പനികൾ ഉൽപ്പന്നം കമ്പോളത്തിലേക്ക് നൽകുകയും ആസൂത്രിതമായി ഉപഭോക്താവിനെ വീണ്ടും അടുത്ത ഒരു ഡിവൈസിലേക്കോ അടുത്ത ഒരു വസ്തുവിലേക്കോ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കച്ചവടം കമ്പോളത്തിൽ സജീവമായി നടക്കുമ്പോഴും അടിസ്ഥാന വർഗം ദുരിതത്തിൽ തന്നെയായിരിക്കും ജീവിക്കുക. ഇത് വസ്ത്രത്തിന്റെയും ചെരുപ്പിന്റെയും കഥയാണെങ്കിൽ അടിസ്ഥാനപരമായി മനുഷ്യനാവശ്യമുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്തെ 783 മില്യൺ ജനങ്ങൾ പട്ടിണിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയും 1/3 ജനത, ലോക ജനതയുടെ 1/3 ഭാഗം ഫുഡ് ഇൻസെക്യൂരിറ്റി അഥവാ ഭക്ഷണ സുരക്ഷിതരാഹിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഒരു ബില്യൺ ഭക്ഷണമാണ് വലിച്ചെറിയപ്പെടുന്നത്. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാം, ഓരോ ദിവസവും ലോകത്ത് വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണം 1 ബില്യൺ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസവും ഇന്ന് പട്ടിണി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് 783 മില്യൺ ജനങ്ങളാണ്. 1/3 ജനത ഭക്ഷണ സുരക്ഷിതത്വമില്ലാതെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുന്നോട്ട് വെക്കുന്ന ഡാറ്റാബേസുകൾ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ തന്നെ രൂപപ്പെടുത്തിയ ചില വ്യവസ്ഥിതികൾ ഇൻഹ്യൂമനായി മനുഷ്യേതരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരോടും പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? മനുഷ്യരെ, നിങ്ങൾ മനുഷ്യരാവുക എന്നാണ്. നിങ്ങൾ എടുത്തുകളയുന്ന ഭക്ഷണം എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു കാലത്താണെന്ന ഓർമ്മ. ഞാൻ നിലമ്പൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചത്. എന്തുകൊണ്ടും വർത്തമാനകാലത്ത് ഏറെ പ്രസക്തവും പ്രാധാന്യവുമുള്ള ഒരു വിഷയത്തെ